إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 168-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ കുലു നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബൻ ഭൂമിയിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ എന്ത് ഭക്ഷിക്കണം ഹലാലൻ തയ്യിബൻ ഹലാലായ സാധനങ്ങളാണ് ഭക്ഷിക്കേണ്ടത് തയ്യിബൻ നല്ല സാധനം അനുവദനീയമായതും നല്ലതായ സാധനങ്ങൾ നിങ്ങൾ ഭക്ഷിക്കണം പന്നിമാംസം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല രക്തം ഭക്ഷിക്കാൻ പാടില്ല അല്ലാഹു അല്ലാഹുവിന്റെ പേരിൽ അർത്ഥം ഭക്ഷിക്കാൻ പാടില്ല ശവം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളുണ്ട് അത്തരം ഹറാമാക്കിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല അനുവദനീയമായ ഹലാലായത് മാത്രം കഴിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ പിശാചിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കാൽപാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ഹറാം ഭക്ഷിക്കരുത് പലിശയുടെ ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ടീമിനെ മുതൽ അപഹരിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല കട്ടെടുത്ത് മുതൽ ഭക്ഷിക്കാൻ പാടില്ല ഇതൊക്കെയാണ് പറഞ്ഞതിന്റെ പൊരുൾ ഹലാലായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ അതൊക്കെ ആര് കൽപ്പിക്കുന്നതാണ് അത് പിശാച് കൽപ്പിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ അതാണ് ഇന്നഹു ലകും അദുവ്വും മുബീൻ നിശ്ചയമായും ആ പിശാച് മനുഷ്യർക്ക് വ്യക്തമായ ശത്രുവാണ് വ്യക്തമായ മനുഷ്യരുടെ ശത്രുവാണത് ആദം നബി അലൈഹിസ്സലാം മുഖേനയാണ് ഞാൻ നരകാവകാശിയായി മാറിയത് അല്ലെങ്കിൽ വഴിപഴച്ചതെന്നാണ് ഇബ്ലീസിന്റെ വാദം സത്യത്തിൽ അതല്ല ഇബ്ലീസിന്റെ അഹങ്കാരവും അസൂയയും കൊണ്ടാണ് അയാൾ വഴിപഴച്ചത് എന്നിട്ടും അയാൾ എന്തു ചെയ്യുന്നു അയാളുടെ ആ വഴിപ്പഴവ് ആദം നബി അലൈഹിസ്സലാമിന്റെ മേൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ അയാൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഈ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ ബഹുഭൂരിപക്ഷം പേരെയും ഞാൻ നരകത്തിലേക്ക് തള്ളിയിടും എന്നാൽ ഒരു കൂട്ടരെ ഇബ്ലീസ് ഒഴിവാക്കിയതായി ഖുർആൻ പറയുന്നു മുഖ്ലസീങ്ങളെ ആൾക്കാരെ എനിക്ക് പഴപ്പിക്കാൻ കഴിയില്ല അതായത് ആത്മാർത്ഥമായി അല്ലാഹുവിനെ ആരാധിക്കുന്നവരെ എനിക്ക് പഴപ്പിക്കാൻ കഴിയില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ